ഹേ everybody, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദി ഓൾ ന്യൂ ഹോണ്ട CB300F. എന്ന് പറയുന്ന വണ്ടി നമുക്ക് നോർമൽ ഹോണ്ട ഷോറൂംസിൽ അവൈലബിൾ അല്ല. ഇത് നമുക്ക് ഗോൾഡ് വിങ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രീമിയം സെൻറ്റേഴ്സിൽ മാത്രമാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടി 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് അവൈലബിൾ ആണ്, ബ്ലൂ ആൻഡ് റെഡ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ് കളർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന CB300F എന്ന് പറയുന്നത് ഏർലിയർ വേറൊരു വകഭേദം ഉണ്ടായിരുന്നു, ബ്ലൂടൂത്ത് ഇല്ലാത്തത്. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരൊറ്റ മോഡൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്ക് ആകെയുള്ള ഓപ്ഷൻ 3 കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ റെഡാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വണ്ടിയുടെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് 2.17 ആണ്. പക്ഷേ നമ്മുടെ കൂട്ടുകാരന് ഈ വണ്ടി കിട്ടിയത് കുറച്ച് ഓഫർ പ്രൈസിലായിരുന്നു. 2.15 റേഞ്ചിലാണ് കിട്ടിയത്. അത് പല ടൈമിലും പല ഓഫേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഇത്ര എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 2,20,000-നും 2,15,000-നും ഇടയിലുള്ള ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് വണ്ടി അവൈലബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വിൻഷീൽഡ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ടടിയിലായിട്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഹോണ്ടയുടെ ഒരു ലോഗോ അവിടെ കൊടുത്തിരിക്കുന്നു. LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. മാത്രമല്ല വണ്ടിയുടെ ഓൾ ലൈറ്റ്സ് LED ആണ് വരുന്നത്. നമുക്ക് ഹോണറ്റിൽ വന്നിരുന്ന പോലെ തന്നെ ഗോൾഡൻ കളർ ഷൂയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഹോണ്ടയായിട്ട് നമ്മൾ വ്യത്യാസം ഓരോ പാർട്സിലും പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് നമ്മുടെ മഡ് ഗാർഡാണ്. ഇവിടെ 2 ഹോൾസ് കൊടുത്ത് നല്ല സ്പോർട്ടി ലുക്സ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഓൾസോ ഇതിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര മസ്കുലീൻ ആയിട്ടുള്ളൊരു ഫീല് നമുക്കുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ഗ്യാപ്സ് ഒക്കെ വളരെ കുറവാണ്. വണ്ടി പക്ക ഫിനിഷിലാണ് കമ്പനി മേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിനി ഡിസ്ക് അതേപോലെ തന്നെ അലോയ്സിലേക്ക് വരുമ്പോൾ സ്പോക്സിൻ്റെ എണ്ണം കൂടിയ ഒരു അലോയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നിസിൻ കാലിപ്പേഴ്സോടുകൂടി വരുന്ന ഡിസ്ക് ബ്രേക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ ABS കണക്റ്റഡ് ആണ്. ഡ്യുവൽ ചാനൽ ABS വണ്ടിക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ടാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു ടാങ്ക് നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കും. അതിൽ ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊരു ഗ്രേ പാർട്ടിലാണ് 300F എന്നുള്ളതും അതേപോലെ CB എന്നുള്ള വലിയൊരു സ്റ്റിക്കറിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിൻ്റെ ആ ഒരു പാക്കിങ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതായത് വലിയ ഗ്യാപ്പുകൾ അവിടെ ഇവിടെ ഒന്നുമില്ല. പെർഫെക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളും. അതുപോലെ കേസിങ്ങിന് 2 കളേഴ്സ് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ബ്ലാക്കും വരുന്നുണ്ട്, ബ്രോൺസ് കളർ വരുന്നുണ്ട്. ഹോണ്ടയുടെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടിയിലായിട്ട് നമുക്ക് ഹഗ്ഗർ കൊടുത്തിരിക്കുന്നു. അതിൽ ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെയിനി സീസണിലാണ്. അതേപോലെ തന്നെ മഴയത്തെ ഓടി വന്നേക്കൊണ്ടാണ് ചെളികളൊക്കെ കാണുന്നത്. അപ്പോൾ റെയിനി സീസണിൽ ഈ രീതിയിലായിരിക്കും ചെളി ഒക്കെ സ്പ്ലാഷ് ചെയ്തിട്ടുണ്ടാവുക വണ്ടിയിൽ ഓയിൽ കൂളിംഗ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ടാങ്കിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോർഷൻസ് കാണാം. അതിലിത് മെഷീൻ്റെ ഒക്കെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. LNK ബോൾട്ട്സ് വെച്ചിട്ടാണ് ഈ സൈഡൊക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അപ്പോൾ ലൂസ് ആവാനുള്ള ചാൻസ് ഇച്ചിരി കുറവാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രെയിമാണ് വണ്ടിക്ക് വരുന്നതെന്നുണ്ടെങ്കിലും സാധാരണ വണ്ടികൾ ഇവിടെ നിന്നൊരു എക്സ്റ്റൻഷൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയല്ല. ബോൾട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രേ കളറിൽ ഒരു പ്രീമിയം ഒരു ഫുഡ് പാക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. റൈഡർക്ക് വരുന്ന സമയത്ത് നമുക്ക് റബ്ബർ പാഡ് ഉണ്ട്. പില്ലിന് വരുമ്പോൾ റബ്ബർ പാഡില്ല, പകരം ഗ്രിപ്പ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ സ്പ്രിംഗ് ലോഡറായിട്ടാണ് വരുന്നത്. ഓൾസോ ഒരു പ്രൊട്ടക്ടറും അടിയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എക്സോസ്റ്റ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് എക്സോസ്റ്റിന് വരുന്നത്. ഒരു സിംഗിൾ പോട്ട് എക്സോസ്റ്റാണ്. അത്യാവശ്യം വലിയൊരു ഓപ്പണിങ് നമുക്കവിടെ കാണാൻ സാധിക്കും. കൂടാണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ക്യാരക്ടർ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. സ്വിംഗാം നമുക്ക് കാണാം. ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്വിംഗാമാണ്. ഏകദേശം ഒരു ബോക്സ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് പെയിൻ്റ് അല്ല, ഒരു മാറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു സ്വിംഗാം നമുക്കവിടെ കാണാൻ സാധിക്കും. ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഹഗ്ഗറിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു സൈഡിൽ വെച്ച് തീരുവാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ നമുക്ക് സ്പ്ലാഷ് ചെയ്യുന്ന ഒരു ഫീലിലുള്ള ഒരു ഓപ്പണിംഗ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ മോണോ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അതേപോലെ നിസിൻ്റെ തന്നെ കാലിപ്പേഴ്സാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് കാണാം. ABS കണക്റ്റഡ് ആണ്. നമുക്ക് അലോയ് വീല് കാണാം. ടയർ സൈസ് വരുമ്പോൾ ഫ്രണ്ടിൽ 130 സെഷനും ബാക്കിൽ വരുന്നത് 150 സെഷനാണ്. MRFൻ്റെ റേവ് സീരീസിലുള്ള C1 കാറ്റഗറിയിൽ വരുന്ന ടയേഴ്സാണ് കമ്പനി വണ്ടിക്ക് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടെയിൽ ലൈറ്റിലേക്ക് വരാം. LED ടെയിൽ ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹോണ്ടയുടെ ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ LED ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു ടെയിൽ ടെഡി ഫീൽ തരുന്ന ഒരു കണ്ടല്ലേ ഒരു ബാക്ക് പോർഷനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് നമുക്കിത് സാരി കാർഡ് കാണാൻ സാധിക്കും. പക്ഷേ ലേഡീസ് ഫുഡ് റെസ്റ്റ് നമുക്കിവിടെ കൊടുത്തിട്ടില്ല. വലിയൊരു സ്പ്രോക്കറ്റും അതേപോലെ ചെയിൻ്റെ ഒക്കെ സൈസ് നോർമൽ 150cc കാറ്റഗറി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്.
എൻജിൻ്റെ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട ബ്രോൺസ് കളറിലുള്ള ഒരു വേറൊരു ടൈപ്പ് കേസിങ് ഈ സൈഡിൽ കാണാം. സ്പാർക്ക് പ്ലഗിൻ്റെ പ്ലഗിങ് ഇവിടെയാണ് വരുന്നത്. ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മളടി പറഞ്ഞ പോലെ ഡാഷ് പ്ലേറ്റ് അവിടെ അടിയിലുണ്ട്. ഒരു സിംഗിൾ ലിവർ നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് സ്റ്റാൻഡ് കാണാം. സെൻറ്റർ സ്റ്റാൻഡ് വണ്ടിക്ക് അവൈലബിൾ അല്ല. ഹോൺ പ്ലേസ്മെൻറ്റ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഡ് ഗാർഡിൽ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് CB300F എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹാൻഡിൽ ബാറിലേക്കൊക്കെ വരാം. മിറേഴ്സ് നമ്മൾ ഹോണ്ടയിൽ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ ടൈപ്പ് മിറേഴ്സ് തന്നെയാണ് വരുന്നത്. ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ നമുക്കിവിടെ കാണാൻ സാധിക്കും. സെൻട്രൽ പോർഷനിൽ നിന്നാണ് അതിന് കണക്ഷൻ വന്നിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ സ്വിച്ച് സെറ്റ് എന്ന് പറയുന്നത്. ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടെയാണ് നമുക്ക് പാസ് ലൈറ്റും അതേപോലെ തന്നെ ഹൈ ബീമും വരുന്നത്. ഇത് നമ്മുടെ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ടോഗിൾ സ്വിച്ചുകളും ഹോണും ഇൻഡിക്കേറ്റർ അടിയിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് കുറച്ച് ദിവസം ഓടിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എൻജിൻ കിൽ സ്വിച്ച് കാണാം. അതേപോലെ തന്നെ ഹസാർഡ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ പവർ സ്റ്റാർട്ട്, ഇത്രയുമാണ് സ്വിച്ച് സെറ്റായിട്ട് വരുന്നത്. മാസ്റ്റർ സിലിണ്ടർ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. .4 ഫ്ലൂയിഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. മീറ്റർ നമുക്ക് ഓണാക്കണമെന്നുണ്ടെങ്കിൽ ടാങ്കിലാണ് കീ സെറ്റ് വരുന്നത്. ഇത് ഓണാക്കി കഴിയുമ്പോൾ നെഗറ്റീവ് ടൈപ്പ് ഡിസ്പ്ലേയിൽ ഇങ്ങനെയാണ് ഷോ ചെയ്യുന്നത്. മുകളിലാണ് വാർണിംഗ് സെക്ഷൻ വരുന്നത്. അതിൽ ഇൻഡിക്കേറ്ററിൻ്റെ വാർണിംഗ്, ABSൻ്റെ വാർണിംഗ്, ഹെഡ്ലൈറ്റിൻ്റെ വാർണിംഗ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ വാർണിംഗ്, ഒപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ലോ ബാറ്ററിയുടെ ഒരു വാർണിംഗ് ഉണ്ട്. പിന്നെ ന്യൂട്രൽ വാർണിംഗ്. ഇത് ടീന്ന് എഴുതിയിരിക്കുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. അപ്പോൾ ഓൺ ആയതുകൊണ്ടാണ് ഈ ഒരു ലോഗോ. അതിൻ്റെ തന്നെ ഈ സെയിം ലോഗോ ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അത് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ആവും. പിന്നെ ഇൻഡിക്കേറ്റർ കാണാം. അതേപോലെ സെറ്റ് സ്വിച്ചുകൾ ഇവിടെ നമുക്ക് കാണാം. RPM മീറ്റർ ഇവിടെയുണ്ട്. ന്യൂട്രൽ എന്നുള്ള ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെയുണ്ട്. ഫ്യൂൽ ഈ പോർഷനിലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് ഇവിടെ, ക്ലോക്ക്, അതേപോലെ ബ്ലൂടൂത്തും നാവിഗേഷൻ്റെ സിഗ്നൽസ് ഇവിടെയാണ് കാണിക്കുക. ടോട്ടൽ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ സ്ക്രീൻ ടോഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ബാറ്ററിയുടെ വോൾട്ടേജ് കാണാം. അതേപോലെ നമ്മളിപ്പോൾ ഉള്ള ഫ്യൂവൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആവറേജ് മൈലേജ് കാണാൻ സാധിക്കും. എത്ര ആവറേജ് സ്പീഡ് എന്നിവ തുടങ്ങിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ട്രിപ്പ് A കാണാം, ട്രിപ്പ് B കാണാം, അതേപോലെ ടോട്ടൽ ഓഡോമീറ്റർ. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. രണ്ടും സെറ്റ് സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ച് വെച്ച് തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ ഓണാക്കാനും പറ്റും. വണ്ടിയുടെ പ്രീസെറ്റായിട്ട് ഫുൾ ടൈം ട്രാക്ഷൻ കൺട്രോൾ ഓണാവുന്ന രീതിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. CB300Fലെ വേറൊരു ഫീച്ചറാണ് ഈ കാണുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. അതായത് ഹോണ്ട റോഡ് സിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വരുന്നുണ്ട്. ആ ആപ്പിൽ നമ്മൾ ഫോണ് ഈ വണ്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ പോലെ ഗ്ലിച്ചുകൾ ഫീൽ ചെയ്തില്ല. നമ്മൾ പിന്നീട് ഓഫാക്കി ഓൺ ആക്കുമ്പോഴും ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവുന്നുണ്ട്. നമ്മുടെ ഈ ബ്ലൂടൂത്ത് ആപ്പിൻ്റെ ഉള്ളിലുള്ള ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നാവിഗേഷനും കോൾ ഡീറ്റെയിൽസ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടതായിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സൊക്കെ ഈ ആപ്പിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. കൂടാണ്ട് തന്നെ ഇതിൽ അനൗൺസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ടൈമിൽ ഒരു ലേഡി പറയുന്ന രീതിയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് വളരെ യൂസ്ഫുള്ളാണ്. സ്പെഷ്യലി പറയേണ്ടത് അത് ഗ്ലിച്ച് ഫ്രീ ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഉപയോഗത്തിൽ നമുക്കതിൽ ഗ്ലിച്ചുകൾ റോയൽ എൻഫീൽഡിൻ്റെ പോലത്തെ തൊല്ലപ്പരിപാടികളായിട്ട് നമുക്ക് തോന്നില്ല. കുറച്ചുകൂടെ സിമ്പിളാണ് നമ്മുടെ ഈ വണ്ടിയുടെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷനിലായിട്ട് നമുക്ക് ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് C2C ആണ്. അതായത് ഈ സൈഡിൽ ടൈപ്പ് C കേബിളാണ് കുത്തേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോൺ ചാർജർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് C കണക്ടർ ഇവിടെ നിന്ന് നേരെ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നാവിഗേഷനൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഫോണിൻ്റെ സ്ക്രീൻ ടൈം നമുക്ക്, അതായത് സ്ക്രീൻ ഓൺ ചെയ്ത് വെക്കുന്നത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് കണക്ട് ആയതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻ ഓഫ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ആപ്പ് വർക്ക് ചെയ്യുകയും അതേപോലെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനിലെ പോലെ ഫുൾ ടൈം സ്ക്രീൻ ഓൺ ആയിരിക്കേണ്ട ഒരു ആവശ്യം ഈ ആപ്പിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CB300Fൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 789 mm ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5.3 5.4 ഒക്കെ ഉള്ളവർക്കൊക്കെ ഈസിലി കാലെത്തിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 177 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14.1 ആണ്. അതേപോലെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 153 kgs ആണ്. അപ്പോൾ എല്ലാ ആസ്പെക്ട്സിൽ നിന്ന് നോക്കുമ്പോഴും ഒരു സിറ്റി റൈഡിനും ലോങ് റൈഡ് പോകാനൊക്കെ ആയിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് നമുക്ക് ഡയമെൻഷൻസ് പറയാനുള്ളത്. CB300Fൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതൊരു 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ 293 cc എൻജിനാണ് വരുന്നത്. 25 Nm ടോർക്ക് 5500 RPMലും 18 kW അതായത് ഔട്ട്പുട്ട് വരുന്നത് 7500 RPMലാണ്. സെൽഫ് സ്റ്റാർട്ടും 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടി വരുന്നതാണ് CB300ൻ്റെ ഗിയർ എന്ന് പറയുന്നത്.
CB300 നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്, ഭയങ്കര കംഫർട്ടബിളും അതേപോലെ അത്യാവശ്യം കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു സീറ്റ് വരുന്നുണ്ട്. ഗ്രാബ് റെയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഗ്രാബ് റെയിൽസാണ് വരുന്നത്. അത് പെർഫെക്റ്റ് സൈസിങ്ങും അതേപോലെ തന്നെ ബാക്കിലിരിക്കുന്നവർക്ക് കംഫർട്ടബിളായിട്ട് നല്ല കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള ഗ്രിപ്പും ഈ ഗ്രാബ് റെയിൽസ് തരുന്നുണ്ട്. സൈഡ് പോർഷൻസിലെ പാനൽസിലൊക്കെ ആണെങ്കിലും ഹോൾസൊക്കെ ഇട്ട് ഭയങ്കര സ്പോർട്ടി ലുക്സ് വണ്ടി സൈഡ് വൈസ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CB300Fൻ്റെ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് വൈസും കോമ്പറ്റീഷൻ നമുക്ക് കമ്പാരിസൺ ചെയ്യാം, അതേപോലെ പവർ വൈസും ചെയ്യാം. ഇപ്പോൾ പ്രൈസ് വൈസ് ചെയ്യണം, അതായത് 2 ലക്ഷം റേഞ്ചിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 250-300 cc ഡ്യൂക്ക് വരുന്നുണ്ട്, സുസുക്കിയുടെ ജിക്സർ വരുന്നുണ്ട്. അതേപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് ഈ റേഞ്ചിൽ കിട്ടുന്നത് പൾസറിൻ്റെ 400 ആണ്. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് വണ്ടികളായിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നത് വണ്ടിക്ക്. വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ട് തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് പാർട്ട് നമുക്ക് പറയാറായിട്ടില്ല. അത് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ ഭാവിയിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. വണ്ടിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി 35 kmpl ആണ്. കമ്പനി ഏകദേശം ആ ഒരു മൈലേജ് തന്നെയാണ് നമുക്ക് പറയുന്നതും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് CB300 ഓവറോളായിട്ട് നോക്കുമ്പോൾ നമുക്ക് വരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് 300 cc എഞ്ചിൻ ലഭിക്കുന്നുണ്ട്, അതും ഓയിൽ കൂള് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് ടൈപ്പ് ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു ഫീച്ചറാണ് വണ്ടിയുടെ ടോർക്ക് കൺട്രോൾ, അതായത് നമ്മൾ വരുന്ന ട്രാക്ഷൻ കൺട്രോൾ. അത് ഹോണ്ട വിളിക്കുന്നത് ഹോണ്ട സെലക്റ്റീവ് ടോർക്ക് കൺട്രോൾ, അതായത് HSTC എന്നാണ് ഹോണ്ട അതിനെ വിളിക്കുന്നത്. അത് അവൈലബിൾ ആണ്. ഹോണ്ടയുടെ ഒരു സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം, അതായത് HSV-CS എന്നാണ് ഹോണ്ട അതിനെ വിളിക്കുന്നത്. അത് അവൈലബിൾ ആണ്. അടുത്തായിട്ട് 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, ഫുൾ LED ലൈറ്റ്സാണ് വണ്ടി ഫുൾ കംപ്ലീറ്റ്ലി വരുന്നത്. ഇൻബിൽട്ടായിട്ട് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ മോണോ ഷോക്ക് റിയറിൽ വരുന്നുണ്ട്. വൈഡായിട്ടുള്ള ഒരു റേഡിയൽ ടയർ, ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് വരുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഗോൾഡൻ കളർ USD ഫോക്സ് വരുന്നുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്, ഫോൺ ചാർജിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്, ടാങ്കിൽ നമുക്ക് കീ സെറ്റ് വരുന്നുണ്ട്, അതേപോലെ എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയുമാണ് ഓവറോളായിട്ട് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഹോണ്ട CB300Fൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ CB300Fലാണുള്ളത്. ഒരു 5.6 ഹൈറ്റിൽ എനിക്കിത് വെൽ പ്ലാന്റഡ് ആണ്, നമുക്ക് കാലുത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുമ്പോൾ മീറ്ററൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫീലുണ്ട്. സ്വിച്ച് സെറ്റൊക്കെ ആണെങ്കിലും അടുത്തുള്ളൊരു ഫീൽ തന്നെയുള്ളത്. ഗ്രിപ്പൊക്കെ അടിപൊളിയാണ്. പിന്നെ വലിയൊരു ഞാൻ ചുറ്റും നടന്നപ്പോൾ പറഞ്ഞു നല്ല സൈസുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. അത് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നല്ല സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി എല്ലായിടത്തും ഭയങ്കര ബൾക്കി ആയിട്ടും ഭയങ്കര ഷാർപ്പ് ലുക്കായിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇനീഷ്യലി ഇത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ കാര്യം പറയേണ്ടത്. ക്ലച്ച് വളരെ ലൈറ്റാണ്. ഇപ്പോൾ അതായത് നമ്മൾ ഗ്രാമീണ റോഡുകളിൽ കൂടെ ഓടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഹോണറ്റിൻ്റെ എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷോവയുടെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണെന്ന്. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ നല്ലോണം അത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രാമങ്ങളിൽ കൂടെയുള്ള ബമ്പി റോഡിൽ കൂടെ പോലും കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂഡിൻ്റെ അത്യാവശ്യം എല്ലാ പോർഷനും തന്നെ സീറ്റിൽ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ പില്ലിന് ഇരിക്കുന്നുണ്ട്, എന്നിട്ട് പോലും കംഫർട്ടബിളായിട്ട് തന്നെ എനിക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് സുസുക്കിയുടെ ജിക്സറാണ്. അപ്പോൾ അതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടർ സസ്പെൻഷൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഹമ്പ് സ്ലോവിൽ ചാടിച്ചില്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ ഒന്ന് നിലത്തടിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഹമ്പായി ഞാനിപ്പോൾ ചാടിക്കുന്നത്. ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹമ്പിലൊക്കെ നല്ല ഇങ്ങനെ താഴെ മുട്ടാണ്ട് തന്നെ വണ്ടി നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്ക് മീറ്ററൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓടിക്കാനായിട്ട് എഫേർട്ട്ലെസ് ആണ്. ടോർക്ക് ഇങ്ങനെ കൊടുത്താൽ അവിടെ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോണ്ടയുടെ ഒരു റിലയബിലിറ്റീൻ്റെ ഒപ്പം തന്നെ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് നമ്മൾ പറയേണ്ടതാണ്. ഇപ്പോൾ ഇത് 34-ൽ 4th ഗിയർ കൈ കൊടുക്കുമ്പോൾ പോലും കണ്ടല്ലേ, ഒരു വൈബ്രേഷൻ ഇല്ലാണ്ട് തന്നെ വണ്ടി പിക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഹോണ്ടയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതേപോലെ തന്നെ ഈ ജപ്പാനീസ് വണ്ടികളുടെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണെന്നുള്ളതും ഹോണ്ടയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരു ഘടകം തന്നെയാണ്. പിന്നെ റീസെയിൽ വാല്യൂ നമ്മൾ പറയേണ്ടതാണല്ലോ. അത്യാവശ്യം കുറച്ച് പഴകിക്കഴിഞ്ഞാലും വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നുള്ളതും ഹോണ്ടയുടെ ഒരു ഗ്യാരണ്ടി നമുക്ക് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗുണമായിട്ട് വരുന്നതാണ്. പില്ലൻ സീറ്റിലിരിക്കുമ്പോഴും കംഫർട്ടബിളാണ്, നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരു റൈഡർ ട്രയാങ്കിൾ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ഒരു പോസ്റ്ററാണ് വണ്ടി തരുന്നത്. മുട്ടാണെങ്കിലും കണ്ടില്ല ഈ ഒരു രീതിയിലൊക്കെ ബെൻഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. സസ്പെൻഷൻ്റെ ഒരു ഹാർഡ്നെസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ USD വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത്യാവശ്യം ഹാർഡാണെന്ന് വിചാരിക്കും. പക്ഷേ ഫ്രണ്ടിനേക്കാളും ബാക്കിൽ മോണോ സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ ഹാർഡാക്കി കമ്പനി വെച്ചിരിക്കുന്നത് ഫോർ സ്റ്റെബിലിറ്റി. എന്നിരുന്നാലും കണ്ടില്ല ഇങ്ങനത്തെ
കോർണേഴ്സൊക്കെ എടുത്ത് പോകുമ്പോൾ ആ ടയേഴ്സൊക്കെ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റിഫ് സസ്പെൻഷൻ കൂടെ വരുന്ന സമയത്ത് നമുക്ക് കോർണേഴ്സൊക്കെ എടുക്കാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ കമ്മ്യൂണിറ്റിയിൽ കുറച്ചൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും കൂടുതൽ അതായത് ഈ വണ്ടിക്ക് ഇപ്പോൾ പവർ ഉണ്ട്, നല്ല ഒരു എന്താ പറയുക റൈഡർ ട്രയാങ്കിൾ എല്ലാം കറക്റ്റാണെങ്കിലും ഒരു റൈഡർക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബ്രേക്കാണ്. വളരെ സൂപ്പറും ഷാർപ്പായിട്ടുള്ള നിസിൻ്റെ കാലിപ്പേഴ്സും അവിടെ വരുന്ന ബ്രേക്സാണ് വണ്ടിക്ക് വരുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS. അതിൻ്റെ കോൺഫിഡൻസ് നമ്മൾ പറയേണ്ടതാണ്. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ആയിക്കോട്ടെ, എത്ര കോർണേഴ്സ് ആയിക്കോട്ടെ, കൈ ബ്രേക്ക് ലിവറി തൊട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബൈറ്റിങ്ങിൻ്റെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. സൂപ്പറാണ്, ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് നൽകും. പിന്നെ കണ്ടില്ലേ, കോർണേഴ്സ് ആണെങ്കിലും ചെറിയ സ്പീഡിൽ വണ്ടി ചെരിച്ചെടുക്കാനാണെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നില്ലേ ടോർക്ക് അവിടെ കിട്ടുന്ന രീതിയിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഹോണ്ട ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് 2.15, 2,17,000 ആ റേറ്റിലാണല്ലോ വരുന്നത്. 2 ലക്ഷം ഇല്ലാണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു വണ്ടി നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു റേറ്റിന് അടിപൊളിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഒരു യൂസർ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പണിയായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഹോണിൻ്റെ പ്ലേസ്മെൻറ്റാണ്. അതായത് ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ നോർമൽ ഒരു വണ്ടിയിൽ നിന്ന് വന്ന് നമ്മൾ കൈ തൊടുമ്പോൾ എപ്പോഴും ഈ ഇൻഡിക്കേറ്ററിൽ പോയിട്ടാണ് നമ്മൾ ഫോൺ എന്ന് പറഞ്ഞ് അമർത്തുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റോഡിലേക്ക് ഇറങ്ങുവാണ്. വണ്ടിയുടെ മാക്സിമം ഔട്ട്പുട്ട് 5500 RPM കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5500 RPM നമ്മൾ എത്തിക്കുമ്പോഴേക്കും 4000 കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ വണ്ടിയുടെ ആ ഒരു റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വന്നു തുടങ്ങും. പിന്നെ ഇപ്പോൾ വൈബ്രേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 4th ഗിയറിൽ 4000 RPM പോകുന്നത്. ഫുഡ് പെഗിൽ നമുക്ക് വൈബ്രേഷൻ ഉണ്ട്. അത് 4000 RPM ശേഷം നമ്മൾ അത്യാവശ്യം കൈ ഇങ്ങനെ വലിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഗിയേഴ്സിലും തന്നെ ഫുഡ് പെഗിൽ ചെറുതായിട്ട് വൈബ്രേഷൻ വരുന്നുണ്ട്. വണ്ടി പക്ഷേ ഐഡിയലിൽ നിൽക്കുന്ന സമയത്തൊന്നും മിറേഴ്സിലെ കാര്യത്തിലൊന്നും വൈബ്രേഷൻ ഇല്ല. അതുപോലെ ഈ വൈബ്രേഷൻ കാലമുണ്ടെന്ന് പറയുന്ന സമയത്ത് പോലും മിറേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ബാക്കിലുള്ളത് കാണാം. വൈബ്രേറ്റ് ചെയ്ത് ബാക്കിലുള്ള വിഷ്വൽസിനെ ബ്ലർ ചെയ്ത് കളയുന്ന ഫീലൊന്നും ആ രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് വണ്ടിക്ക് വരുന്നില്ല. ഹോണ്ടയിൽ അത് വരാൻ പാടില്ലതാനും, കാരണം റിഫൈൻമെൻറ്റിൻ്റെ പീക്കിലായിരിക്കണം ഹോണ്ട എന്നുള്ളതാണ് ഇതുവരെയുള്ള അവരുടെ ഒരു രീതി വെച്ചിട്ട്. റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ഈസി മെയിൻ്റനൻസ് ആണ് ഹോണ്ടയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അത് അവർ ഈ വണ്ടിയിലും മെയിൻറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമുക്കിത് വിശ്വാസം എന്ന് പറയാൻ കാരണം വണ്ടിയുടെ സർവീസ് കോസ്റ്റ് ആയിട്ടൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് 200 കിലോമീറ്റർ മാത്രം കവർ ചെയ്ത ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ. പുത്തൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലോണം കൈ കൊടുത്തൊന്നും നമുക്ക് ഓടിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു 60 കിലോമീറ്റർ താഴെ ഓടിച്ച് വണ്ടി ഒന്ന് എഞ്ചിൻ സെറ്റ് ആവണമല്ലോ ഫസ്റ്റ് സർവീസ് ഓയിൽ ചേഞ്ച് വരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കാര്യങ്ങളല്ല പറയുന്നത്. ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പോലും ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് ഈ അടുത്താണ് ഈ വണ്ടിനെ കുറിച്ച് പിന്നെ ഞാൻ റിസർച്ച് ചെയ്ത് പോകുന്നത്. നമ്മൾ ഹോണ്ടയുടെ വേറെ ഷോറൂമിൽ പോയാൽ ഈ സാധനം കാണില്ല എന്നുള്ളതും അതിനൊരു പ്രധാന കാരണമാണ്. ഇത് ബിഗ് വിങ്ങിൽ മാത്രം സെയിൽ ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഡിയോൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴും ഈ വണ്ടി ഒന്നും അവിടെ കാണാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ചിന്തയെ മനസ്സിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അധികം പേരൊന്നും ഹോണ്ടയുടെ ഈ പറഞ്ഞ പോലെ സൈറ്റിൽ കയറിയിട്ടൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അന്വേഷിക്കുന്നവരുടെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെന്നും നമ്മുടെ ഫ്രണ്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ചുറ്റും നടന്നുള്ള കാര്യങ്ങളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, വില, കളേഴ്സ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പെർഫോമൻസ് വൈസ് ഞാനിത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ വളരെ ടോർക്കി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ കൈ കൊടുത്താൽ അവിടെ ടോർക്ക് പവർ വണ്ടി തരാൻ റെഡിയാണ്. അതിനൊരു മടിയും വണ്ടി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ടൗണിൽ കൂടെയും അതേപോലെ തന്നെ ഹൈവേസിലും ഒരേപോലെ ഓൾ ഇൻ ഓളായിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് വണ്ടി തന്നെയാണ് നമ്മുടെ CB300F എന്ന് പറയുന്നത്. ലുക്ക് വൈസ് ഹോണറ്റായിട്ട് കുറച്ചൊരു ബന്ധമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാർ പെട്ടെന്നൊക്കെ ഹോണറ്റല്ലേ എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം നമുക്ക് നമ്മുടെ റൈഡിങ്ങിൽ ആ ഒരു പവർ വേണം, ആ ഒരു ടോർക്ക് വേണം, ഈ റേറ്റിന് നമുക്കൊരു ഹോണ്ടയുടെ വണ്ടി വേണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെ വിത്ത് ഫീച്ചേഴ്സ്, ഇത്രയും ഫീച്ചേഴ്സും ബഗ് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 300Fലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓണറോട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് യുവർ രാഹുൽ ഏജി സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.